ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആദ്യമായിട്ടാണ് ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ വന്ന് നിൽക്കുന്നത്. അതും ഈ അന്യനാട്ടിൽ വന്ന് അത് സാധ്യതമായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാനും ഒരു മലയാളിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം, അല്ലയോ ചോദിച്ചാൽ അല്ല. കേരളത്തിൽ നിന്ന് കുടിയിറക്കിയത് നന്നല്ല. ചാച്ചനൊക്കെ ചെറുപ്പത്തിൽ 1956 കർണാടകയിൽ കയറി. ചെറുപ്പത്തിലാകുമ്പോൾ ഞങ്ങളൊന്നും ഉണ്ടായി കാണിയല്ലോ. അങ്ങനെ ഞങ്ങൾ 7 മക്കളാണ്. ചാച്ചനും അമ്മയൊക്കെ മരിച്ചുപോയി. 4 ആണും 3 പെണ്ണും, അങ്ങനെയാണ് സിസ്റ്റം. അതിൻ്റെ അകത്ത് 6ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് 3 ചേച്ചിമാരുണ്ട്. ഒരാൾ സിസ്റ്ററാണ്. എനിക്കൊരു അനിയനേ ഉള്ളൂ. അവനെൻ്റെ കൂടെ പോകുന്നു. ഞങ്ങളത് അവനും അച്ഛനാണ്. അപ്പോൾ അച്ഛനോട് ഈ നമ്മുടെ റോഡി അച്ഛനെയാണ് വിളിച്ചത്. ലിജു അച്ഛൻ, ലിജു അല്ലേ, ലിജു അച്ഛൻ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എവിടെ വെച്ച് കണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് ഏൽപ്പിച്ചു തന്നൊരു ദൗത്യമാണ്. ഞാൻ ഇന്ന് ഈ നമസ്കാരം ചൊല്ലിയപ്പോൾ, പ്രാർത്ഥന ചൊല്ലിയപ്പോഴേ ഞാൻ ഓർത്തു, ഈ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങൾ അത്രയ്ക്കും ഭക്തിയോടും വിനയത്തോടും വളരെ സ്നേഹത്തോടും കൂടിയാണ് അത് ചൊല്ലിയത്. അപ്പം പിന്നെ അച്ഛനാണെങ്കിലും ഒരുപാട് പ്രാവശ്യം കുമ്പിടുന്നതാണ്. ഞാൻ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പീസ് കൂടി. അപ്പോൾ അത്രയ്ക്കൊക്കെ ഈ പാരമ്പര്യവും ആ വിശ്വാസമുള്ള ഒരു സമൂഹം, വിശ്വാസത്തിൽ നിന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഓസ്ട്രേലിയയിൽ ഇത്രയും തീക്ഷ്ണതയോടുകൂടി ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടോ, വേനലിൽ ഒരു മഴ പോലെയാണ് എനിക്ക്. കാരണം ഞാൻ സീറോ മലബാർ സഭാംഗമാണ്. CMI സഭയിലെ ഒരു വൈദികനാണ്. ഇവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ലത്തീൻ രൂപതയിലെ, നമ്മുടെ ക്രിസ്ത്യൻ രൂപതയിലെ നമ്മുടെ സെൻറ്റ് റീറ്റസിലാണ്. അപ്പം ഇവിടേക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ വരുമ്പോഴുള്ള ഒരു ഒത്തിരി സന്തോഷം തോന്നുകയാണ്. കാരണം ഇവിടെ വിശ്വാസമൊക്കെ അങ്ങോട്ട് തീർത്തും ഇല്ലാതെയാകുന്നൊരു സ്ഥിതിവിശേഷമാണ്. അപ്പം നമ്മളിവിടെ വന്ന് ഇങ്ങനെ സർവേക്കല്ലിൽ ഓർത്തിരിക്കുന്ന പോലെ അച്ഛനൊക്കെ ഒരുപാട് പണിയുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത്രയൊന്നും ഒരു കുർബാന കഴിക്കാൻ പിന്നെ ആരുടെയും അതിങ്ങനെ കടുക് പൊട്ടിക്കുന്ന പോലെ അവിടെ ഇവിടെ ഒരാൾ, വലിയ പള്ളിയാണ്, പക്ഷെ അവിടെ ഇവിടെ ഒരാളിരിക്കും. നമ്മൾ തന്നെ മറുപടി പറയണം, നമ്മൾ തന്നെ പ്രാർത്ഥന ചെയ്യണം. ഇത് ആരുടെയാണെന്ന് ഓർത്തു പോകും നമുക്ക്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്ര ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കൊണ്ട് പിന്നെ വിടാൻ പറ്റിയാത്തൊരു സ്ഥിതിയിലായിരുന്നു. നമ്മൾ ഇനി നോമ്പിലാണ് അല്ലേ? എല്ലാവരും നോമ്പ് എടുക്കുന്നുണ്ടോ? ഉണ്ട്. ഇറച്ചി, മീന്, മുട്ട, പാല് അല്ലേ? ഉപേക്ഷിക്കുന്നവരൊക്കെയാണ്, ഉപേക്ഷിക്കാത്തവരുണ്ട്. ഇതെന്തിനാണെന്ന് അറിയത്തില്ല. എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നു അല്ലേ? കുറച്ച് നാളൊക്കെ ഇറച്ചി കഴിക്കാതിരിക്കുകയാണെങ്കിൽ കുറച്ച് കൊളസ്ട്രോളൊക്കെ കുറയും. അതിനൊരു സുഖം ഉണ്ടാകും. വന്നാൽ അങ്ങനെയാണോ? അല്ല, നമുക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അല്ലേ? എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടൊന്നും തീരും. ഒരു ദിവസം നമ്മൾ വടിയാകും. അപ്പോൾ വടിയായി കഴിഞ്ഞിട്ട് പിന്നെ വടി പോലെ ഇവിടെ കിടന്നാൽ പോരല്ലോ. നമ്മുടെ ആത്മാവ് സ്വർഗത്തിലെത്തണം അല്ലേ? വിശ്വസിക്കുന്നില്ലേ? അതെ, മരിച്ചു കഴിഞ്ഞിട്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിയിട്ട് ഒന്ന് ശുദ്ധി വരുത്തി ആണ്ടിലൊരിക്കലെങ്കിലും ഇങ്ങനെ ഒരു 50 നോയമ്പൊക്കെ നോക്കി ഒരു കുറച്ചുകൂടി വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപേക്ഷകളൊക്കെ ചെയ്യുന്നത്. ഒരിക്കലേ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ആ പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത് ഈ ഭിക്ഷാടനം നടത്തിയിട്ടാണ്. അപ്പം പാവപ്പെട്ടവരായതുകൊണ്ടും ഭിക്ഷാടകരായതുകൊണ്ടും ചിലരൊക്കെ കുറച്ച് കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ എന്താ പറയുക, നിരോധിക്കപ്പെട്ട നോട്ടുകൾ, ഡിമോണിറ്റൈസേഷൻ നമുക്കറിയാം അല്ലേ? അപ്പം അങ്ങനെയുള്ള നോട്ടുകളും കോയിനുകളും പഴയ ഓട്ടക്കാശൊക്കെ ഇല്ലേ,
4 8 അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ മനുഷ്യന് കൊടുത്തു. ഇയാൾക്ക് ഇത് അറിയാം, ഇത് ഉപയോഗമില്ലാന്ന്. പക്ഷെ ഇയാളൊന്നും പറയാതെ അത് മേടിച്ചെടുത്തു. കുറേ പേര് വഴക്കൊക്കെ പറഞ്ഞു, കുറേ പേര് ചീത്ത പറഞ്ഞു. ഒന്നും പറയാതെ കിട്ടിയത് പിടിച്ചുകൊണ്ട് ഇന്ന് നടന്നു. ഒരിക്കലും അയാളങ്ങ് മരിച്ചു സ്വർഗത്തിലെത്തുകയാണ്. അപ്പോൾ ആ വാദത്തിൽ അവിടെ മാലാഖമാർ നിൽപ്പുണ്ട്. മാലാഖ ചോദിച്ചു, അപ്പൊ ഈ പുള്ളിയെ കൈകുപ്പി ഇങ്ങനെ മുമ്പിട്ട് നിൽക്കുക. മാലാഖമാർ ചോദിച്ചു, എന്താണ്? അല്ല, ഞാനിങ്ങനെ ഒരു പാവപ്പെട്ടവനാണ്. അപ്പൊ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ട്, ഈ വാദത്തിൽ വന്നിരിക്കണം, കുറച്ച് നന്മയൊക്കെ ചെയ്തിരിക്കണം, എന്തെങ്കിലും നന്മ ചെയ്തതായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പൊ ആ മനുഷ്യൻ കൂലി കുമ്പിട്ടെന്ന് പറയുക, അധികമൊന്നും നന്മ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ കളിയാക്കിയവരോടും എൻ്റെ കയ്യിലേക്ക് ഉപയോഗമില്ലാത്ത ഉപയോഗശൂന്യമായ നാണയങ്ങൾ ഇട്ടുന്നവരെയും ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ ഞാൻ ശമിച്ചിട്ടില്ല. അത്രയേ ഉള്ളൂ. അപ്പം മാലാഖമാര് 2 പേരും കൈകൂപ്പി വണങ്ങിയിട്ട് പറഞ്ഞു, കൊടുക്കരുത് എന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക്. ആ മനുഷ്യൻ ഉപവസിച്ചോ നമുക്കറിയില്ല. ആ മനുഷ്യൻ ചെയ്ത ഒരു നന്മയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. തമ്പുരാൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് പോകുന്നത് അവനെ അശുദ്ധനാക്കുന്നില്ല, അവന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അശുദ്ധരാകുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി കൊണ്ടിട്ട് മരുന്ന് കഴിച്ച് നമ്മളത് ശരിയാക്കും. പക്ഷെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതുണ്ടല്ലോ, അതെന്താണ്? നമ്മുടെ വാക്കുകളിലൂടെ, നോട്ടങ്ങളിലൂടെ, പ്രവൃത്തിയിലൂടെയാണ്. അവൻ എൻ്റെ വായിൽ നിന്ന് വരുന്നത് ഒരാൾക്ക് സൃഷ്ടിക്ക് കാരണമാകുന്നില്ലെങ്കിൽ, അവന് ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനമാകുന്നില്ല എങ്കിൽ, അവനെ ഞാൻ തളർത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു വലിയ പാപമാണ്. അപ്പൊ എൻ്റെ നോമ്പെന്ന് പറയുന്നത് മറ്റുള്ളവനെ കുറിച്ച് നല്ലത് ചിന്തിക്കുക, എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഭാര്യയെ കുറിച്ച് നല്ലത് പറയുക. ഈ 50 ദിവസം ഞാൻ കുറ്റം പറയുക. അങ്ങനെ ആരെങ്കിലും നോമ്പ് നോക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്? എൻ്റെ അച്ഛാ, 50 ദിവസം നമ്മൾ ഇതൊന്നും പറയാതിരുന്നു കഴിഞ്ഞാണല്ലോ, പിന്നെ നമ്മൾ ഈ ഉലകത്തിലുണ്ടായില്ല അമ്മാതിരി ചവിട്ടി അവിടെ ഇവിടെ കൂലയ്ക്ക് കിട്ടും. നമ്മളിങ്ങനെ നിൽക്കുന്ന തന്നെ നമ്മൾ 2 ഡയലോഗ് അടിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നോമ്പെടുക്കാറുണ്ടോ? നിങ്ങൾ പറയാറുണ്ടോ, ഈ പ്രാവശ്യം ഇനി ഞാൻ എൻ്റെ കെട്ടിയവരെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി, കുറച്ചും കൂടി സ്നേഹം കൂടി ചേർത്ത ഒരു ഭക്ഷണം പാകം ചെയ്തു ഈ 50 ദിവസം? കാരണം നോമ്പല്ലേ, ഉള്ളത് വെച്ച് കഴിച്ചിട്ട് പോവുക. നോമ്പല്ല, മനുഷ്യ. അങ്ങനെ പറയാതെ ആ പച്ചക്കറിയാണെങ്കിലും കുറച്ചും കൂടി ടേസ്റ്റ് അല്ലേ കൂട്ടി കൊടുക്കാനായിട്ട് ഒരു 50 ദിവസം ഞാൻ തീരുമാനമാണ്. ഇത്രയേ ഉള്ളൂ നോമ്പെന്ന് പറയുന്നത്. നമ്മൾ ഈ കഴിക്കുന്നത് എന്താണോ അതിന് സ്നേഹം ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഭവനത്തിൽ ഈ പിള്ളേരൊക്കെ എല്ലാവരും ഇംഗ്ലീഷൊക്കെ അല്ലേ പറയുന്നത്, അല്ലേ? നിങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ പോലെ ഒരു പ്രാർത്ഥന എന്നുണ്ടെങ്കിൽ മലയാളം പഠിപ്പിച്ചോ, അല്ലെങ്കിൽ അവര് അല്ലേ വർത്താനം പറയാനൊന്നുമില്ല, ഇങ്ങനൊക്കെ അടങ്ങും. അവസാനം വെള്ളം ഒഴിക്കും ആനയെന്ന് പറയാനായിട്ട് ജാകുമ്പോഴേ ഇച്ചിരി വെള്ളം അതുകൊണ്ട് ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി മലയാളം കൊണ്ട് വായിലേക്ക് കൊടുക്കണം. അതെങ്ങനെയാ വെച്ചാൽ മോശമല്ല. അവരവിടെ പോയി കഴിയുമ്പോൾ ഈ മലയാളം പറഞ്ഞു ശരി, ഒന്നും കുഴപ്പമില്ല. ഏത് ഭാഷ വേണമെങ്കിലായിക്കോട്ടെ, മലയാളം കുറച്ച് കൊടുത്തു ഇരിക്കാം, മനുഷ്യനാണ്. ഇവിടെ ഒക്കെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താ ബോധമംഗലം. അതായത് ഒരു പ്രശ്നം ആരും ഗൈഡ് ചെയ്യാനില്ല, ഒന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് നോമ്പ് കാലത്ത് കുറച്ചും കൂടി കുടുംബത്തിൽ ഒരു ശക്തി കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കണം. ഈ ഒരു 50 ദിവസം, ഇനി 10 ദിവസം കൂടെ ഉള്ളൂ അല്ലേ? തീരുമാനം എടുക്കാനായിട്ടും ചെയ്യാനായിട്ടും 10 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ ആ ദിവസങ്ങളിലെങ്കിലും നമ്മൾ കുറച്ചും കൂടി നമ്മുടെ മക്കളെ നന്മയുടെ വഴിയിലൂടെ നടക്കും. ഈ നാടിനൊരു നിയമമുണ്ട്, പക്ഷെ നമ്മുടെ സഭയ്ക്കൊരു നിയമമുണ്ട് അല്ലേ? നമ്മൾ ഏത് മുൻഗണന കൊടുക്കുക? നാടിൻ്റെ നിയമം അനുസരിച്ചാണെങ്കിൽ 7ാം ക്ലാസ് തൊട്ട് അവരുടെ ലവ് ലൈഫ്
നമ്മുടെ ഒക്കെ അടുത്ത് ലൈനടിക്കാന്ന് പറയല്ലേ, ആ ലൈനടിയെ പാടാം. അത് ഒളിച്ചും പാത്തുള്ള ഐഡിയ ഇതുപോലെ ഓപ്പൺ. അതൊക്കെ നമ്മുടെ മക്കളോട് പറയണം, ഇത് ലൈനടിച്ചു. പക്ഷേ അതിനൊരു നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കാരണന്മാർ പറഞ്ഞു. ഇവിടുത്തെ നിയമം അനുസരിച്ച് ദിസ് ഇസ് മൈ ഡാഡി, ദിസ് ഇസ് മൈ ഗേൾ ഫ്രണ്ട്, ദിസ് ഇസ് മൈ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓടി വരില്ല. എന്തോന്നുണ്ട്? ഇതാണോ നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത്? ഇത് കഴിയുമ്പോൾ നാളെ എന്നെ ജയിലിൽ കൊണ്ടുവരണമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഇത് വിളിച്ചു പറയേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെ, അവർക്കൊക്കെ നമ്മുടെ മക്കളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് സാഹിബിനെ. കാരണം എന്താണെന്നറിയോ, ഇവര് പഠിക്കുന്നത് ഈ സ്ക്രാപ്പും തലയിലൊന്നും ഉണ്ടായല്ലോ, ഇല്ല ഉണ്ടാവുമല്ലോ അറിയത്തില്ല. അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ ആ ചിന്തയിൽ വളർത്തുന്നുണ്ടല്ലോ, അവര് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പിള്ളേര് പള്ളി വരുന്നു, കാറ്റഗിസത്തിന് 400. ഓ മൈ ഗാഡ്, 400 പിള്ളേരോ? അതെയോ? അവിടെ ഒന്നുമില്ല, വിളിച്ചു വരുത്തിക്കൊണ്ടല്ലോ ഏറ്റു നടക്കുക. അവൻ വലിയ അവനെന്തായാലും അമ്മയെ കെട്ടിപ്പിടിക്കും, അപ്പനെ കെട്ടിപ്പിടിക്കും. ഇറ്റ്സ് നോട്ട് ഇൻട്രസ്റ്റഡ്. നമ്മുടെ മക്കള് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരുപാട്. നമ്മുടെ മക്കള് അവിടെ ചെല്ലാത്തത് കൊണ്ട് അവിടെ ആരും ഇല്ല. ഇപ്പം ഉള്ളവര് ചില സീരിയസ് ആയിട്ടുള്ള വലിക്കുന്ന ആൾക്കാരാണ്. അവർ ഉന്തുവണ്ടിയായിട്ടൊക്കെ വരും. എന്നാലും അവരുടെ തീഷ്ണത നോക്കണം. ഇത്രയൊക്കെ വിശ്വാസമുള്ള കാരണന്മാരുടെ അവരുടെ മക്കൾ ആരും പള്ളി വരികയും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ നോമ്പുകാലം നമ്മുടെ മക്കൾക്ക് കുറച്ചുകൂടി ഒരു നമ്മുടെ വിശ്വാസത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് അവരെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് വലിയൊരു നോമ്പാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നമ്മൾ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അവൻ ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്തു, അവർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നല്ല. നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനസ്സാക്ഷിക്ക്, നമ്മുടെ കാരണന്മാർ, നമ്മുടെ മാതാപിതാക്കന്മാരെ നൽകിയത് നമ്മൾ ജീവിക്കുന്നുണ്ടെന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെയാണോ അവിടെ സ്വർഗരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ തമ്പുരാന്നുണ്ടല്ലോ, ഈ ബൈബിൾ നമ്മൾ മനുഷ്യനോട് ആദ്യമായിട്ട് മിണ്ടുന്നത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യൻ എവിടെയാണെന്ന് ചോദിച്ചോണ്ട അല്ലേ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എപ്പോഴാണ് ചോദിച്ചത്? ആ മറുവീസാല കൊടുത്തിട്ടേ അവൻ ഒരു ആപ്പിളിന്റെ പുറകെ പോയി അല്ലേ? അപ്പം തമ്പുരാനെ ഉല്ലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, മനുഷ്യ നീ എവിടെയാണ്? അപ്പോൾ എനിക്കെവിടെ നാണം? എന്തേ? ഞാൻ നഗ്നനാണ്. തെറ്റ് ചെയ്യുന്നവൻ നഗ്നനായിത്തീരുന്നു എന്നുള്ള പാഠം അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടെ ഈ പോയിട്ട് ശരിക്കും അധ്വാനിച്ച് ജീവിച്ചു, അല്ലാതെ ചുമ്മാ ഇത്രയും നാള് സുഖമായിട്ട് ജീവിച്ചു. എന്തൊരു സുഖമായിട്ട് പറയുമ്പോൾ നീസായി ഒരു പണിയും ചെയ്യുന്നു. രണ്ടുപേരുടെ കൊച്ചുവർത്താനം പറഞ്ഞിട്ടൊക്കെ നടന്നിട്ട് ഒരു മനത്തെന്നുള്ള പഴം പറിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് ചേർത്ത് വന്നിട്ട് അത് കൊച്ചിൽ കടിച്ചു നോക്കിയിട്ട് നിങ്ങൾ നിന്ന മനുഷ്യൻ പറഞ്ഞിട്ട് പറ്റിച്ചതാണ്. അതിനാണ് നമ്മൾ ചാടി പുറത്തു വന്ന് ഈ കഷ്ടപ്പാടല്ല നടന്നത്. ആ ഇന്ത്യയിൽ നിന്ന് ഈ വണ്ടി കയറി ഇവിടെ വന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടില്ല. അപ്പം വീണ്ടും തമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊടുത്ത ആബേലും കായലും ഒക്കെ വന്നു. അപ്പൊ ഒരു ദിവസം ആബേലിന്റെ ഈ നല്ല സ്വഭാവം കണ്ടപ്പോഴത്തേക്ക് കായലൊന്നും സുഖിച്ചില്ല. അവനെന്തെങ്കിലും ഇവരെ കശാപ്പ് ചെയ്തു, അത് തീർത്തു. പിന്നെ എടുക്കൂ എന്ന് പറയല്ലേ, എടുത്തു. തോടയിലേക്കല്ല, താഴേക്ക്. അപ്പൊ എടുത്തു കഴിഞ്ഞപ്പം തമ്പുരാൻ ചോദിക്കും, നിന്റെ സഹോദരൻ ആബേലെവിടെ? ഇങ്ങനെ രണ്ട് ചോദ്യം. മനുഷ്യൻ നീ എവിടെയാ? നിന്റെ സഹോദരൻ എവിടെയാ? ഇത് നമുക്ക് കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ്. ഞാൻ എവിടെയാ? ഞാൻ എൻ്റെ തമ്പുരാൻ്റെ കൂടെയാണ്, എൻ്റെ സഹോദരങ്ങളുടെ കൂടെയാണ്. അവർക്ക് ഞാനൊരു തുണയാകുന്നുണ്ടോ, ഒരു സന്തോഷമാകുന്നുണ്ടോ, അവർക്കൊരു ശക്തി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? ഇതിന്റെ ഉത്തരം നമ്മൾ എവിടെയാണ് കാണുന്നതെന്നറിയാമോ? പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് കർത്താവിനെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ട് നമ്മുടെ യോസേഫ് പിതാവും മറിയച്ചേട്ടനും കൂടെ അങ്ങ് പോയി. അവൻ ആൾക്കാരുടെ കൂടെ കാണുമ്പോൾ 3 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ ദഹിക്കില്ല, വയ്യരില്ല. 12 വയസ്സോളൂ. തിരിച്ചു വിളിച്ചു ജെറുസലേം ദേവാലയത്തിലേക്ക്. ചെന്നപ്പോൾ പയ്യനും ചുമ്മാരിക്കുന്നു, അവിടെ നിന്ന് കടല വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അന്ന് ഈ ഉപാധ്യായരുടെ നടുക്കിൽ നമ്മൾ ചോദ്യം ചോദിക്കുകയും അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നത്. അന്നേരത്തേക്ക് വിളിച്ചു, എൻ്റെ മോനെ നീ എന്തായി ചെയ്യും? നീ ഞങ്ങളോട് എന്ത് ചെയ്യും? നിന്നെ അപ്പനും ഞാനും കൂടെ ഉത്കണ്ഠയോടുകൂടി നിന്നെ, ഒത്തിരി ബുദ്ധിമുട്ടോടുകൂടി നിന്നെ അന്വേഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ?
എന്തിനാ നിങ്ങളെന്നെ അന്വേഷിച്ചത്? ഇതുപോലെ തറുതല പറയുന്ന ഒരു പയ്യൻ, ഈ കർത്താവേ നിങ്ങളെന്തിനാ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എല്ലാം മനസ്സിലായോ? പാവം അറിയിച്ചെടുത്തൊന്നും കിട്ടി. കാരണം അമ്മ അത് കടിച്ചാൽ കൊണ്ടാത്തൊരു സെൻറ്റൻസ് അങ്ങ് അടിച്ചു കിട്ടും. ഒന്നും വേണ്ടിയില്ല, എന്തൊക്കെയോ പറയാം. അപ്പം അതിനുള്ള ഉത്തരം പുള്ളി അവസാനം 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന എടുത്ത് വായിച്ചിട്ട് പറയുക, ദരിദ്രർക്ക് കർത്താവിന് സ്വീകാര്യമായ മത്സരം, അതായത് അടിച്ചമർത്തപ്പെട്ട ഒരു സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും ഒക്കെ നല്ല ഒരു കാലം പ്രഖ്യാപിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നോമ്പും ഇതെല്ലാം നമ്മൾ എന്തായിരിക്കണമെന്ന് ഈശോ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവന് സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് പറഞ്ഞാൽ കയറൂരി വിടുക എന്നുള്ളതല്ല. അവന് ശ്വസിക്കുവാനായിട്ടും അവന് ജീവിക്കുവാനായിട്ടും ഞാൻ പോലും ഒരു തടസ്സം ഉണ്ടാകരുത്. അപ്പൊ അത് എങ്ങനെ സാധ്യതമാകും? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും. ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം വിളമ്പുമ്പോഴാണ് അവനത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായി സാധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബമല്ലേ ഈ കുടുംബം എന്ന് പറയുന്നത്. ചാവറ പിതാവിന്റെ അറിയാം, ചാവറ പുരിയാസിന്റെ നമ്മുടെ 1868 ഒരു നല്ല അപ്പൻ്റെ ചാവരകൾ എന്ന് പറഞ്ഞ ചെറിയ പുസ്തകം എഴുതിയിട്ട് കണ്ടിട്ടുണ്ടോ? ഒന്ന് വായിച്ചു നോക്കി. ആ മനുഷ്യൻ അന്ന് എഴുതി വെച്ചിരുന്ന പരിപാടി പുള്ളി എന്താ പറഞ്ഞതെന്നറിയോ? കുടുംബം എന്ന് പറയുന്നത് ആകാശമോക്ഷത്തിന്റെ സാദൃശ്യമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. നമ്മുടെ കുടുംബം സ്വർഗമാണെന്ന് അറിയുന്നവർ കൈവക്കിക്കേ. കുടുംബം നമ്മുടെ സ്വർഗമാണെന്ന് പറയാനായിട്ട് ധൈര്യമുള്ളവർ കൈവക്ക്. സ്വർഗം ആക്കണമെന്ന് മനസ്സുള്ളവർ കൈവക്കിക്കേ. അമ്മ ആർക്കും വേണ്ട. കാരണം സ്വർഗം എന്ന് പറഞ്ഞാൽ രാജാവിൽ തീർന്ന പരിപാടി, അത് പിന്നീടുള്ള പരിപാടിയില്ല. ഇവിടെ നമ്മളെ കുറിച്ച് ജീവിക്കട്ടെ. ആകാശം സ്വർഗം പോലെയാണ്. അതിനവിടെ എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? അവിടെ ഈ തികഴ്ത്തലോ പുകഴ്ത്തലോ ഒന്നുമില്ല. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ഈ സ്നേഹം ഉണ്ടാവണം. ആകാശമോക്ഷം സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനമാണ് നമ്മുടെ കുടുംബം. അങ്ങനെ ആകണം. എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവനെ കേൾക്കണം, തമ്പുരാനെ കേൾക്കണം. ലിസൺ ടു ഹിം. നീ ശ്രമിക്കുന്നുണ്ടോന്ന്? എന്ത് ഇത്രയെല്ലാം തമ്പുരാൻ പറയുന്നില്ലേ? നീ ശ്രമിക്കുന്നുണ്ടോ? നീ എന്തിനാ ആകുലപ്പെടുന്നത്? തമ്പുരാൻ ചോദിക്കുന്നില്ലേ? നാളെ കുറിച്ച് എന്തിനാ ആകുലപ്പെടുന്നത്? നമ്മൾ ഭക്ഷിക്കാൻ മറക്കുന്നവരാണ്, ജീവിക്കാൻ മറക്കുന്നവർ. ഈ സാഹിബിനെ കണ്ടുപിടിക്കുക. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, വെള്ളിയാഴ്ച നേരത്തെ ഒന്നും ആശാനെ എന്നിട്ട് ശരിയായാലും അവരിങ്ങനെ നടക്കുക. ആ വെള്ളത്തിൽ പോയി ചാടും, ഈ വെള്ളത്തിൽ പോയി ചാടും. നമുക്ക് സമയമില്ലാഞ്ഞിട്ടാണ്. ഒരു കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ പോയി എവിടേക്കും നടക്കട്ടെ. അവര് സ്വർഗം, അതായത് അത്ര ദിവസം കിട്ടുള്ളൂ. മകൾ വരാൻ കഴിയുമെങ്കിൽ സ്ഥലം വിടും. അതുവരെ മക്കളെ ഒന്ന് കൂട്ടിക്കൊണ്ട് നടക്കാനായിട്ട്. അപ്പൊ നമ്മുടെ കുടുംബം സ്വർഗമാക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഈ നോമ്പ് കാലത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായത്. അപ്പൊ അതുകൊണ്ട് അവനെ ശ്രമിക്കണം. അവൻ പറയുന്നത്, തമ്പുരാൻ പറയുന്നത് നമ്മളോടൊക്കെ ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ഇല്ലേ? ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. അവനെ ഇത് പിടിച്ചൊന്നും എങ്ങോട്ടും പോകാനില്ല. അലച്ചാറിന് കൈയൊക്കെ 2 മിനിറ്റ് വെച്ചിട്ട് ഒന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും 120 സ്വർണ്ണിട്ടാണ് നടക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് പറയണം. ഞാൻ കുറച്ച് വരുന്നുണ്ട്. അല്ല സിമിത്തേരിയിലേ അല്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങളെ ഇല്ല, ഒരു സംഗതി പോലില്ല. എങ്ങാനും എവിടെയും കുടുങ്ങിയതാണെങ്കിൽ കീറിട്ടെടുത്തു പോകും. ചെവിയിലൊക്കെ ഈ മൂക്കയിലാണെങ്കിൽ ആ മൂക്ക് എടുത്തിട്ട് ആ പല്ലിന്റെ പൊട്ടിയാടിയിരിക്കും. അതുകൊണ്ട് മൂക്കാലൊന്നും ഇടാതിരിക്കുന്നത്. അവസാനമായൊക്കെ കുറച്ച് മൂക്കാലൊക്കെ ഊരി വെച്ചു. ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കീറി. സ്വർണ്ണത്തിനെല്ലാം വേല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മള് ഇവിടെ ഇങ്ങനെ വെച്ചങ്ങോട്ട് കെട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. ആവശ്യത്തിന് വേണം. എപ്പോഴാണ് കാറ്റ് പോകുന്നതെന്നറിയാമോ? ആ ധനികനായ മോശനായ ധനികന് എല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൻ പറയാം, ഞാനൊരു കാര്യം ചെയ്യും, ഇതെല്ലാം ഇടിച്ച് തകർത്തച്ചു പുതിയ തുറന്നങ്ങോട്ടുണ്ടോ അതാണ് നിറച്ചു വെക്കുക. ഇവന്റെ ഈ ഒഴിച്ചാമ്പയെന്ന് ഇത്രയും വലിയ കഷ്ടപ്പെട്ടിട്ട് ആവശ്യമുള്ളൂ. എന്നാൽ പിന്നെ ഇത്ര തമ്പരം തന്നാൽ കൊടുക്കാൻ
നമുക്കൊരു ചെറിയ 2 പ്രാവശ്യം ചിന്തിക്കണമെന്ന് അല്ലേ? 2 പ്രാവശ്യം 3-4 പ്രാവശ്യം ചിന്തിച്ച് ചെയ്യുന്നതിന് പരിപാടി തീർന്നില്ല. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഈ മുസ്ലിം സഹോദരങ്ങളാണ് അല്ലേ? അവർക്ക് ആരെങ്കിലും അവരുടെ കൂടുതൽ ഒരുത്തൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇറങ്ങിക്കൊണ്ട് എല്ലാവരും കിട്ടുന്ന പാത്രമൊക്കെ ആയിട്ട് നമുക്ക് ആ തീക്ഷ്ണതയുണ്ടാകും. ഞാൻ അങ്ങോട്ട് പോകണമെന്നല്ല, ഇവിടെ ഇതിലൊക്കെ വലിയ തമ്പരാനെ നമ്മൾ എല്ലാ ദിവസവും സ്വീകരിക്കുന്നു. അതുകൊണ്ട് അവനെ ശ്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. തമ്പുരാന് വിശന്നു. എവിടെയാ തമ്പുരാന് വിശന്നു? ഈ 4 നിർദ്ദേശം എനിക്ക് ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ് മേടിച്ചതാണെന്ന് പറയുന്നുണ്ടോ? ഈ തമ്പുരാന്റെ മുഖം നമ്മൾ കാണണം. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യമാണ്. അപ്പം അതെങ്ങനെയാണ്? നമ്മളെല്ലാം വ്യത്യസ്തരല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യങ്ങളുണ്ടാകുന്നത് ദൈവം ആരാണ്? ദൈവം സ്നേഹമാണ് അല്ലേ? ഈ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മുഖവും സാദൃശ്യം. അപ്പോൾ ഈ നോമ്പിൽ അതാണ് നമ്മൾ എനിക്ക് വിശന്ന് നീ എനിക്ക് ഭക്ഷണം തന്നു. എന്തിനുള്ള വിശപ്പ? ഈ ഭക്ഷണത്തിലുള്ളതാണ്. നമുക്കൊരു നല്ല വാക്ക് കേട്ടാൽ നമുക്ക് ഇഷ്ടമായിരിക്കും ഇല്ലേ? ഇപ്പം നിങ്ങളതിനെ കുക്കിംഗ് ചെയ്യുന്നത് ഷെയർഡ് ആണോ? നിങ്ങൾ തന്നെയാണോ? അല്ല, കുറച്ചൊക്കെ അല്ലേ? ഇത് ആര് അടുക്കള പഠിക്കുമ്പോൾ ഞാനിവിടെ വന്നത് പിന്നെയാണ് എൻ്റെ സ്നേഹമുള്ള സഹോദരികളെ ഈ ചായ വെക്കാനും കപ്പ പുഴുങ്ങാനും മീൻകറി വെക്കാനും പഠിച്ചത്. ഇതൊക്കെ പണിയുള്ളപ്പോൾ പക്ഷേ ഈ പാത്രം കഴുകും എന്തൊരു പണിയാണ്! നിങ്ങളൊന്നും ആലോചിച്ചു. ഒരു ഗ്ലാസ് ചായ വെക്കണമെങ്കിൽ ആ വെക്കുന്ന പാത്രം നമ്മൾ കഴുകണം ഇല്ലേ? എന്നിട്ട് കഴുകിയിട്ട് അതിനകത്ത് പാലും ഇതൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിപ്പിടിക്കാറില്ല. എന്നിട്ട് പഞ്ചസാരയോടെ ഷുഗർ ഇടാവോ ഇല്ലയോ എന്തെല്ലാം പരിപാടികൾ ഇതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി എന്നിട്ട് ആറ്റി അത് താഴെ വീഴുന്ന അവിടെ എല്ലാം തെറിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഗ്ലാസ്സിൽ ഒഴിക്കാൻ ഗ്ലാസ് കഴുകണ്ടേ? ആ ഗ്ലാസ് കഴിക്കാൻ എനിക്ക് അത്രയും വേണ്ട, എനിക്ക് കുറച്ച് മതി. വീണ്ടും അതിൽ കഴിക്കുമ്പോൾ അത് അവിടെ വീഴും. ആ പ്രദേശം മുഴുവൻ ചായ വീണ് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു കുറവുണ്ട്. ഏലക്ക ഇടാൻ പറ്റുമോ? ആ ഏലക്ക രണ്ടെടുത്ത് കഴിച്ച് തിന്നാൽ പോലെ ചായ ഉണ്ടാക്കുന്ന പരിപാടി താക്കി നോക്കണം. എൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും കുറ്റം പറയാം. എന്തൊരു പരിപാടിയാണ്! എന്ന് കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞ് എല്ലാവരും കൊണ്ടു നല്ലതെല്ലാം പറയത്തില്ല. എന്നാലും പറഞ്ഞാൽ കഴിഞ്ഞു പോകും. അടുക്കളയിൽ ചെല്ലുമ്പോൾ ഈ നമ്മൾ തുടയ്ക്കണം, പാത്രം കഴുകണം. അങ്ങനെ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാലും പിന്നെ നമ്മളിവിടെ എന്ത് കഷ്ടപ്പെട്ടാൽ ഇത് കഴുകി തുടച്ച് വെക്കണം. ഒരു ചായയുടെ കാര്യം പറ്റും. അപ്പം നമുക്ക് എന്തൊക്കെ വേണം? ഒരു ചാറും കറി എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ സാഹിബ് തിന്നുന്ന കണ്ടിട്ടില്ലേ? പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഒരു നന്മ പറയുക, നന്മ ചെയ്യുക, ചെറിയ കാര്യങ്ങൾ. അതൊക്കെ അവിടുന്നാണ് നമ്മൾ സ്വർഗം സ്ഥാപിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഒരു അംഗീകാരം കൊടുക്കുക. ആരാണ് ഭക്ഷണം പാകം ചെയ്ത് നോക്കേണ്ടത്? നിങ്ങൾ ചേട്ടന്മാര് 7 ചേച്ചിമാര് പറയണം, ജീവിക്കണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്ത് നോക്ക്. ഇവരെങ്കിൽ നിങ്ങൾ അടുക്കള കയറ്റിയത് അവർ തന്നെ എല്ലാം ചെയ്തു തരും. സപ്പോർട്ട് ചെയ്യണം. ചേട്ടൻ്റെ എന്ത് രസം! അവരിത് ഗുണമൊന്നുമില്ല, ഇല്ല നല്ലതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ രുചി വരുമല്ലേ? അങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞു. നിങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ഇന്നത്തെ ചായ ആദ്യമായിട്ട് തീർത്തും പോക്കായിരിക്കും. ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞു. അന്നേരം പുള്ളിക്കാരത്തേക്ക് തോന്നും തൂക്കെടുപ്പുണ്ട്. പിറ്റേ ദിവസം ഒന്നുകൂടെ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ ആ മുഖത്തെ ഭാവം ഒന്ന് മാറ്റുന്നു. ആ സന്തോഷത്തിൻ്റെ മുഖത്തോടെ ഇന്നത്തെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിക്കുമ്പോൾ പാലൊക്കെ ചെടി കഴിച്ച് കുളിപ്പിടിഞ്ഞാൽ മതിയല്ലോ. പോസിറ്റീവായിട്ടാണ് പറഞ്ഞു. ഈ നോമ്പ് കാലത്തല്ല ചുമ്മാ ഇറച്ചിയും മീനും കളഞ്ഞിട്ട് വലിയോടത്ത് ആരും സ്വന്തത്തിൽ കയറിയിട്ടുള്ളൂ. തമ്മിൽ പറയാം, നീ നോയമ്പ് കാലത്ത് ഒരു ദിവസം ഇറച്ചി കൂട്ടിയില്ലേ? നീ വെള്ളിയാഴ്ച മാംസം കഴിച്ചല്ലേ? അവിടെ എന്ന് പറഞ്ഞാൽ തമ്മിലാൻ പെട്ടെന്ന് ഒന്നുമില്ല. അങ്ങനെ
നിന്നെ തന്നെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നു. ഇത് കൽപ്പനയാണ്. അല്ലാതെ നീ മോനെ ഞാൻ പോകുന്നു എന്ന് നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, ഞാൻ പിടിക്കും അവിടെ വരുമ്പോൾ. എങ്ങനെയാണോ പറഞ്ഞത്? സ്നേഹത്തിന്റെ കൽപ്പന തന്ന തമ്പുരാന്റെ മക്കളാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യ സ്വർഗത്തിൽ ഇറങ്ങി വന്നേച്ചേ. എന്തെല്ലാം പെടാപാടുകളാണ്. കുരിശിനും വന്ന് നാടിച്ച് പണത് എല്ലാം തൊലിയില്ല, ഒന്നുമില്ലാതെ എല്ലാം വലിച്ചു കീറിയ രക്തം അവസാനം ഒരു കുത്തുകൂടെ കുത്തി എന്തെങ്കിലും മിച്ചോട്ടോ അറിയാനില്ലേ, അതുകൂടെ നമ്മൾ ഊറ്റി. അപ്പൊ ആ മനുഷ്യൻ അന്നത്തെ പറഞ്ഞു, നമ്മൾ കേൾക്കണം കേട്ടോ, കുരിശേല കണ്ടത് ചങ്കു തുളയുന്നു. പിതാവിനോട് പറയാം, അവരത് ക്ഷമിച്ച്. അവർക്കറിയില്ല അവരെന്താ ചെയ്യുന്നത്. ഓ, അതൊന്നൊരു സ്നേഹം അല്ലേ? നമ്മളോടാണെങ്കിൽ നോവിച്ച് കഴിഞ്ഞാൽ പെട്ടാന്ന് അടിയൊക്കെ വിടും അല്ലെ? ഞാൻ ഓർക്കുമായിരുന്നു എന്തെല്ലാം ആ കുരിശെ കിടന്ന് അത്രയും വേദന എടുക്കുന്നതിനിടയ്ക്ക് നീ ആടല്ലേ, നീ ലാസ്റ്റ് ഉയർപ്പിച്ചല്ലേ, നീ കടലിനെ ശാന്തരാക്കിയതല്ലേ, 5000 പേർക്ക് 7000 പേർക്ക് ഭക്ഷണം കൊടുത്തവനല്ലേ, നിനക്ക് അത്ഭുതം ചെയ്യാൻ പറ്റുന്നവനല്ലേ, ഇറങ്ങി വാടേ. ഞാൻ ആ സ്ഥലത്തുണ്ടല്ലോ ആടിയൊക്കെ പാചകം ചെയ്ത് വന്നിട്ട് പിന്നെ പരിപാടി കറിയില്ല. എന്തിനാണെന്നറിയോ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ പലരും നമ്മളെല്ലാവരും പാപത്തിലാണ്. അതുകൊണ്ട് പുള്ളിക്കറിയാം. അങ്ങനെ ആരെങ്കിലും നമ്മുടെ മക്കള് തെറ്റു പോകുമെന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കും. തെറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖഭാവത്തിന് മാറും. പിന്നെ മുത്തിന് പിടിച്ച് മുത്തല് തന്നെയായി അല്ലേ? ഈ പുള്ളിയൊക്കെ അറിയാം നമ്മൾ പോകുന്നു. പക്ഷെ പുള്ളി പറയും, ആ പിള്ളേർക്കൊന്നും അറിയത്തില്ല, ക്ഷമിച്ചേ. ഇതാ നമ്മൾ ക്ഷമിക്കണം. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു? 2, 3, 4, 70 പ്രാവശ്യം. അതിന് ഉത്തരവൊന്നും എനിക്ക് കണക്ക് ഞാൻ പണ്ടേ പറഞ്ഞോട്ടെ. ഞാൻ അത് 7 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ബോധം വെച്ചപ്പോഴാണ് 70 പ്രാവശ്യം. ഈ 7 ഗുണം അല്ലാതെ കൂട്ടല്ല. അതായത് ജീവിതകാലം മുഴുവൻ നിനക്ക് എത്ര ദിവസം ഇവിടെയുണ്ടോ അത്രയും ദിവസം നീ ക്ഷമിച്ചുകൊണ്ടിരിക്കണോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് പറ്റണമല്ലോ. ഞാനിത് ചെയ്തെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നാണ്. ഞാൻ കാല് കഴിയെങ്കിൽ ഏത് സൃഷ്ടാവും പുത്രനായ ദൈവവും ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവവും കാല് കഴിയെങ്കിൽ നിങ്ങൾ ചെയ്യണ്ടേ, നമ്മൾ ചെയ്യണ്ടേ? അതൊക്കെ പറയുന്നത്. അതാണ് നമ്മുടെ നോമ്പ്. നോമ്പിൽ നമ്മളൊരു നമ്മൾ തപസ് ചെയ്യണം. തമ്പുരാന്റെ അടുത്തിരുന്നിട്ട് മനനം, അവൻ പറയുന്നത് കേട്ടിട്ട് ഒരു ഇവാലുവേഷൻ നടത്തുക, ഒരു ആത്മപരിശോധന നടത്തി നോക്കുകയാണ്. ഞാൻ എവിടെയാണ് അല്ലെ? ആ അവിടെ ചെന്നിട്ട് കൊടുക്കാനൊന്നുമില്ല. അവൻ തലകുത്തി നിൽക്കുമ്പോൾ ആ മാലാഖമായി കയറ്റിവിട്ടത് ആ പുള്ളി ചെയ്ത കുറെ നന്മയുടെ ലിസ്റ്റ് കണ്ടിട്ടാണ്. ഞാൻ ആരെയും ഉപദ്രവിച്ചില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഭവനം സ്വർഗമാക്കാനായിട്ട് എത്രയും മതി. ക്ഷമിക്കുക, സ്നേഹിക്കുക. ഇത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ വീട് ശക്തിപ്പെടുത്തുന്ന ആരാണ്? തമ്പുരാൻ അല്ലേ? തമ്പുരാനല്ല പ്രത്യേക കഴിവെടുത്തത് ആർക്കാന്നറിയോ? ഇന്നല്ല അമ്മമാർക്ക് അത് നമ്മള് പെണ്ണന്മാരത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്കെല്ലാവർക്കും ഇഷ്ടം അമ്മയല്ലേ അല്ലേ? അമ്മയല്ലേ? നമുക്ക് ഇഷ്ടം അമ്മയാണ്. എളുപ്പമാണ് അപ്രോച്ച് ചെയ്യാൻ. വലിയ അപ്പോയിൻമെന്റ് എന്തെങ്കിലും അപ്പൻ്റെ അടുത്താകുമ്പോൾ ചെറിയ അപ്പോയിൻമെന്റ് ഒക്കെ വേണം. ഇല്ലെങ്കിൽ നമുക്ക് അതോടെ തീരും നമ്മുടെ പരിപാടി. ഇവിടെ കൂളായിട്ട് നമുക്ക് അപ്പം അമ്മ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് തിരുക്കുടുംബമായി അല്ലേ? നിങ്ങൾക്കതൊരു പ്രത്യേക അനുഗ്രഹത്തെ തരണം. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഈ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നത് ഒരു 20 രൂപ കട്ടവരാണ്. അതെ, കട്ട് പിടിക്കപ്പെട്ടവർ. അതായത് ഈ ചെറുപ്പത്തിൽ അച്ഛനാകുമ്പോൾ പ്രാർത്ഥനയൊക്കെ വന്നാൽ അവൻ അച്ഛനാകുമ്പോൾ തോന്നുന്നത് 10 പേര് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നുന്നു അച്ഛനായേക്കാം. നമുക്ക് അച്ഛന്മാരുടെ പ്രസംഗം പറയുമ്പോൾ നല്ലൊരു ലുക്കാണ്. നമ്മളേറ്റവും പൊക്കം കൂടുതലായിട്ട് ഏറ്റവും ഫ്രണ്ടിലാണ് എല്ലായിടത്തും സീറ്റ്.
അപ്പോൾ നമ്മളെല്ലാവരും അവർ അനങ്ങി പിടിക്കുക, പിടിക്കുന്ന മാത്രമല്ല കുർബാനയ്ക്ക് എടുത്ത് വീട്ടിലിറങ്ങി അടിച്ചിട്ട് അവിടെ വെക്കുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വളരെ മാന്യമായ ഒരു വ്യക്തി 8ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴല്ലോ അന്ന് പ്ലെയിനും ഇല്ല ബസ്സും ഇല്ല ഒന്നുമില്ല. നടക്കണം. എത്ര കിലോമീറ്റർ എന്നറിയോ? 11 കിലോമീറ്റർ. രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ 9:45 രീതിയിൽ ബ്രാഞ്ച് സ്കൂളിലെത്തും. 10 മണിക്ക് അന്ന് കാരണം ഈ ഗവൺമെൻറ് സ്കൂളാണ്. അപ്പം കുറേ ആദ്യമൊക്കെ തീഷ്ണതയോടുകൊണ്ട് രാവിലെ ഞാനും പെങ്ങളുണ്ട് നടക്കുക. പിന്നെ വേറെ അടുത്ത അമ്മയുടെ ചേട്ടത്തിൻ്റെ മക്കൾ, അങ്ങനെ അവരെ കാര്യങ്ങളൊരു യാത്രയ്ക്ക് പോവാണ്. പഠിച്ച് എന്തെങ്കിലും അറിയത്തില്ല, എന്നാലും പോവാം. അവിടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടില്ല. അപ്പം അതിന് പോയി നടന്ന് ആദ്യമൊക്കെ രാവിലെ ഏറ്റിട്ട് നമ്മൾ അരി അരച്ച് അടയിട്ട് അതായത് ചോറ് കൊണ്ടിട്ട് വലിച്ചു പോകും. അപ്പോൾ അതിന് കറി ഉണ്ടാക്കണം. അപ്പം അട കഴിഞ്ഞൊക്കെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പരിപാടി നാട്ടുകല്ലെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സ്വിച്ചിട്ട പ്രവർത്തനം ഈ ഒരു സാധനം കിട്ടും. അന്ന് സ്വിച്ചില്ല ഇടാനായിട്ട്. അപ്പോൾ ഈ ആട്ടുകല്ല് എന്ന് പറഞ്ഞാൽ ഗബ്രാത്തിൽ ഭയങ്കര കളില്ല. ഞാനും എൻ്റെ പെങ്ങളും കൂടി ഇങ്ങോട്ട് ആട്ടിയാലേക്ക് അനങ്ങുകൊള്ളൂ. അതാ അരി ഒന്ന് ശരിക്കും കുതിർന്നിട്ടില്ലെങ്കിൽ ഇത് പ്ലക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നാലും കഷ്ടപ്പെട്ട് ആട്ടി ഉണ്ട അടയാണ് കുറച്ച് ഞാൻ ശ്രമിക്കും. അതാ ഈ പെങ്ങളെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ബുദ്ധിയുള്ളവർ സിസ്റ്ററായി. അവൾ പറയും നീ നമുക്ക് വേണ്ട. ഞാനും ആ സദ്യയിലെ കൊണ്ട് ഒപ്പുവെച്ചു. ഞാൻ നമുക്ക് അവിടെ വേണ്ട, ചോറ്റു മാത്രം വേണ്ട, ഉപവാസിക്കാം. അങ്ങനെ നടന്ന് അവിടെ പോകും, തിരിച്ചു വരും. കൂടെയുള്ളവരൊക്കെ ഇവിടെ നിന്ന് 10-20 പൈസയൊക്കെ അന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 ഇഡ്ഡലിയും ചായ. അന്ന് 1984 കാര്യമാണ്. ഇത് കുറെ പഴകിയാണ്. അപ്പം അവരൊക്കെ ഈ കടയിൽ പോയി നിന്ന് നമ്മുടെ ഈ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം സാധാരണ ഗതിയിൽ ബൈബിളൊക്കെ ഒരു പെട്ടിയിലെ വെക്കും. ഈ പൈസ കൊണ്ട് വെക്കുന്നത് അവിടെയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ 20 രൂപയുടെ നോട്ട്, പഴയ നോട്ടില്ലേ, അത് പിന്നെ കുറച്ച് പഴകിയത്. അപ്പം ഞാൻ ഓർത്തു ഇത് ഉപേക്ഷിക്കപ്പെട്ട കല്ലായിരിക്കും. അമ്മ മറന്നു ഇത് വിട്ടേക്കാൻ കാര്യം. അപ്പം ഞാനത് ആ ഒരു ദിവസം, അതായത് തിങ്കളാഴ്ച അവനെ പോക്കറ്റിലിട്ട് സ്കൂളിലേക്ക് പോയി. അന്ന് ഞാൻ ചിലവാക്കിയില്ല, കാരണം എനിക്ക് ബുദ്ധിയുണ്ടേ. ഇതിന് ചോദ്യമൊക്കെ ഉണ്ടായി എന്തെങ്കിലും പറ്റി ഇവിടെ വെച്ച കാശൊക്കെ പൊക്കിയോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിയുമ്പോൾ കൊണ്ടേ അവിടെ വെക്കാലൊന്നുമില്ല. അന്ന് നോക്കിയപ്പോൾ ഒരു അനുഭവമില്ല. അതിൻ്റെ അർത്ഥം ഇത് മറന്നുപോയ കേസാണ്. പിറ്റേ ദിവസം ഒരു 50 പൈസ ഞാൻ തിന്നുമ്പോൾ എനിക്ക് തന്നെ തിന്നാൻ പറ്റും. അപ്പം കൂട്ടുകാരുണ്ടല്ലോ, അവരെ കൂട്ടിക്കൊണ്ട് 50 പൈസ ചിലവാക്കി. അങ്ങനെ ആ ആഴ്ചയിൽ 1.5 രൂപ ചിലവാക്കി. ശനിയാഴ്ചയായി, ഞായറാഴ്ചയായി, വിശ്രമ ദിവസവും. പ്രഭാതമായപ്പോഴത്തേക്ക് കാർന്നോത്തി ഏറ്റു. അത് അവരാദ്യത്തെ കുർബാനയ്ക്ക് പോകണേ. പിന്നെ പിള്ളേർ 2ാമത്തെ ഉണ്ടല്ലോ. അപ്പോൾ പോകുന്നതിനപ്പം അച്ഛൻ്റെ ഉണ്ടെങ്കിലടുത്ത് നേർച്ചയിടാൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. പോയിച്ചെന്ന് ബുക്ക് ചെയ്തോന്ന് അറിയുമോ? ഈ ബൈബിൾ ബുക്ക് ചെയ്തു. ഇവിടെ വെച്ച കാശ് ഇപ്പോൾ ഇച്ചിരി കള്ളലക്ഷണമുള്ളത് എൻ്റെ അനിയനാണ്. അപ്പോൾ അവൻ കിടന്ന് ഉറങ്ങുക. ഒരു രക്ഷയില്ല. ഞായറാഴ്ച ഞാനിത് എൻ്റെ മനസ്സിൽ കിടന്ന് ഇരിക്കുന്നുണ്ടേ. അപ്പം ഞാനിങ്ങനെ അച്ഛനാകുമ്പോൾ നല്ല വെച്ചിട്ടില്ല. ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അവിടെ അന്വേഷണം നടക്കുന്നു. ആ കുട്ടനെടുത്തിട്ടുണ്ട്. ആ കുട്ടെന്നാ വിളിക്കുക, സ്നേഹം കൊണ്ടേ. കുട്ടനെടുത്തിട്ടുണ്ടാവുന്നു. കുട്ടനെടുത്തിട്ടാ അവൻ എവിടെയാക്കാൻ പൈസ ഞാൻ എടുത്തില്ല. നീ എടുത്തോട്ടുണ്ടെങ്കിൽ മര്യാദക്കെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൊലി പിടിക്കുന്നു. നടക്കുമ്പോൾ എവിടെ നമ്മളവിടെ തൊലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നല്ല കൊച്ചനോട് ചെന്ന് ചോദിച്ചു, ജോസേ ഈ പൈസ എടുത്തു? ഇല്ല. ചാച്ചന് കുറെ നേരം വെയിറ്റ് ചെയ്യാൻ ഞാൻ പോയി. എൻ്റെ വീട്ടിലിരുന്നല്ല അവിടെ എടുത്തിട്ടുണ്ടാവും. ഇവിടെ പോയി അമ്മയ്ക്ക് വിഷമം കയറിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഉറക്കം തടിച്ച് അവിടെ കിടന്നു. എൻ്റെ ചങ്ക് കിടന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ടേ. പിന്നെ 2ാമത്തെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരെ തിരിച്ചു വന്നപ്പോൾ ചോദ്യമായി. എല്ലാവരും നിഷേധിച്ചു. ഞാനും പിന്നെ കുറയ്ക്കാൻ പോയില്ല. എൻ്റെ അമ്മ എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങൾ തെങ്ങ് ഇങ്ങനെ ഒരു നിലയുണ്ട്. അപ്പോൾ തെങ്ങ് കയറ്റം എനിക്ക് നല്ല ഇഷ്ടമായി. സന്ധ്യയായപ്പോഴേ ഇവിടെ പാടാൻ നമുക്ക് ഒരു തേങ്ങ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി പോയി.
അധികം പൊക്കമൊന്നുമില്ല. പോകുന്ന വഴി പാടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. അപ്പം വളരെ ദിവസം ഇങ്ങനെ പൈസ എടുത്ത് എത്ര മിച്ചമുണ്ടെങ്കിൽ ചിലവായാലും മിച്ചമുള്ളത് കൊടുക്കാം. ഞാൻ ചാച്ചനോടൊന്നും പറയല, പെട്ടുപോയി, എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പം കള്ളനെ പിടിക്കും. അമ്മയുടെ ബുദ്ധിമാണ് എന്നാ പറഞ്ഞതറിയോ, മിച്ചമുള്ളത് ഞാൻ ചാച്ചനോട് പറയാം, ഷോട്ടില്ലേ. എന്നിട്ട് തെങ്ങ് കയറി ഞാനിട്ട് തിരിച്ചു വന്നു. 18 രൂപ 50 പൈസ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അമ്മ എന്ന് പറഞ്ഞായിരുന്നെങ്കിലും അത് ആ 1 രൂപയുടെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല അടിയായിരുന്നു. പക്ഷെ അമ്മ അത് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ കൊച്ചിനും ചെയ്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മയ്ക്കുള്ള ആ ഒരു കഴിവുണ്ട്, അത് ഭയങ്കര കഴിവാണ്. എനിക്കിപ്പോഴും അതായിരുന്നു എൻ്റെ ആദ്യത്തെ അവസാനത്തെ കക്ക. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ നോട്ടിൻ്റെ നിറവും അതിൻ്റെ അച്ചടപ്പൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ കണ്ണൂരിൽ നിന്ന് പോകുന്നില്ല. ആ 1 രൂപയുടെ തീറ്റായി ഞാൻ ഓർക്കുന്നത്. അമ്മാതിൻ്റെ വിശപ്പല്ലേ. ആ അമ്മ അത് ക്ഷമിച്ച് സ്നേഹത്തോടു കൂടി നമ്മളെ പിടിച്ച് നേർവഴിയിലൂടെ നയിക്കും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹമുള്ള അമ്മമാരാണ്. നിങ്ങൾ സഹിക്കുന്ന വേദന അത് ഭൂമിയിൽ ആർക്കും അങ്ങനെ സഹിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പവിത്രമായ വിശുദ്ധിയുള്ള ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെ അവിടെ ഉയർത്തി. അതുകൊണ്ടാണ് ഈ നാട്ടിന് അമ്മ, ഈ ഭൂമിയിൽ ജനിക്കാൻ പോകുന്നവർക്ക് അമ്മയില്ല എന്നുള്ള വേദന ഉണ്ടാകാതിരിക്കാനാണ് കുരിശക്കടത്തിന്റെ ഇത് നിന്റെ അമ്മയാണ്. ഈ ഇരിക്കുന്നവരെല്ലാം മാതാവിന്റെ സ്ഥാനത്തുള്ളവരാണെന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ പെരുമാറ്റം എന്തായിരിക്കും അല്ലേ? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? അതാണ് ഈ നോക്കുകാലത്ത് നമ്മൾ രക്ഷപ്പെടുന്നല്ല. യോസേപ്പിതാവിനെ പറ്റി എന്തെങ്കിലും ആ മനുഷ്യൻ മുന്നിട്ടുണ്ടോ? സ്വപ്നം കണ്ടിട്ട് ആണ് ഈ മാതാവിനെ സ്വീകരിച്ചത് അല്ലേ? നമ്മളും അങ്ങനെയാണ്. യോസേപ്പിതാവിൻ്റെ ആ ഒരു ധൈര്യം, യോസേപ്പിതാവിൻ്റെ ആ സമർപ്പണം, ആ അധ്വാനത്തിനോടുള്ള ഒരു അടിയറവ് വെക്കരുത്, ഒരു നല്ല ആണാണ് യോസേപ്പിതാവ്. നമ്മളും അങ്ങനെയാണ്. നമ്മുടെ വീടത്തിൽ കുടുംബമാകുമ്പോൾ യോസേപ്പിതാവിൻ്റെ സ്ഥാനത്ത് നമ്മൾ വലിയ വാചകമൊന്നും അടിക്കില്ല. പക്ഷെ നമ്മൾ സ്വപ്നം കാണും. എന്താണ്? എനിക്ക് തമ്പുരാൻ തന്നതാണ്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാനായിട്ടാണ് വരുന്നത്. അവള് മറ്റുള്ളവരാൽ എറിയപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. വിട്ടുകൊടുക്കരുത്. തമ്പുരാന് അനാദി മുതലേ നമുക്ക് വേണ്ടി എഴുതി വെച്ച ആളെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. എന്ത് ചെയ്യണം? സ്നേഹത്തിന്റെ വാക്കുകളാൽ, സ്നേഹത്തിന്റെ സമീപനങ്ങളാൽ നമ്മൾക്ക് തന്നിരിക്കുന്നത് നിധി പോലെ നമ്മൾ സൂക്ഷിക്കണം. അതാണ് യോസേപ്പിതാവ് ഇവിടെ കാണിച്ചത്. എത്ര അവാദികളുണ്ട്. എന്താ ആരാളുടെ ഗർഭം എന്നൊക്കെ പറയല്ലേ? അത് സ്വപ്നത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിനാണ് ഗർഭിണിയായിരിക്കുന്നത്. അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് തമ്പുരാന്റെ വചനം വിശ്വസിച്ചവനും ആരോട് ചർച്ച ചെയ്യാൻ പോയിട്ടില്ല. എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യണം. അതിനെന്ത് ചെയ്യണമെന്ന് അറിയോ? ഇരിക്കണം. നമ്മൾ ചുറ്റുകൂടി ഇരിക്കുന്നുണ്ടോ? നമ്മൾ ഇരിക്കണം. ഈ കുഞ്ഞുങ്ങളെ ഇരുത്തിട്ടൊന്ന് സംസാരിച്ച് നോക്കി. ഇവരെല്ലാ ദിവസവും വരുമ്പോൾ അവരുടെ മുഖത്തിന്റെ ഭാവവ്യത്യാസങ്ങളല്ലേ? ഈ നിങ്ങളിരുന്ന് നിങ്ങളുടെ സഹധർമ്മിണിയുടെ മുഖത്തുള്ള ഭാവവ്യത്യാസങ്ങൾ ഇന്നത്തെ എന്താ പറ്റി ഒന്ന് ചോദിച്ചു നോക്കി. മതിയത് നിങ്ങൾ ചോദിക്കുന്ന എന്റെ മനുഷ്യൻ എന്താ പറ്റി? എന്തെങ്കിലും തലവേദന, എന്തെങ്കിലും വിഷമമാണോ? അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ. അങ്ങനെയാകുമ്പോൾ തിരുക്കുടുംബമാകുമ്പോൾ അങ്ങനെ ചെയ്താലാണ് ഈ നോമ്പ് നോട്ടുകൊണ്ടൊക്കെ ഒരു ഉപകാരവും. അല്ലെങ്കിൽ ഇതും കഴിഞ്ഞു അടുത്ത കൊല്ലമുണ്ടല്ലോ, 25 നോമ്പുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ കുടുംബത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ദാനമാണ്. അതുകൊണ്ട് നമ്മൾ യോസേപ്പിതാവിൻ്റെ സ്ഥാനത്ത്, മാതാവിൻ്റെ സ്ഥാനത്ത്, നമ്മുടെ മക്കൾ ഈശോയുടെ സ്ഥാനത്ത് വേണം. അവൻ ജ്ഞാനത്തിലും ബുദ്ധിയിലും
ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ അല്ലേ സ്നേഹമുള്ളവരാണ്. അങ്ങനെ നമ്മുടെ മക്കൾ വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരാരുടെയും പുറകെ പോയില്ല. അവരുടെ ജീവിതത്തിൽ ഒരു പുണ്യമുണ്ടാകും. സമയമായി അല്ലേ? ഇതൊരു മാറ്റി നിന്നില്ല. പുണ്യാണ് അറിയില്ലേ? അതുകൊണ്ട് അധികം ഞാൻ പറയുന്നില്ല. ഞാൻ പതിവൊന്നും പറഞ്ഞില്ല. കൊച്ചുപത്താന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ആദ്യത്തെ പേജ് മാത്രമാണ്. തമ്പുരാൻ പറയാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. തമ്പുരാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബം തിരുക്കുടുംബമാണ്. അത് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മൾ ജീവിക്കണം. തമ്പുരാൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് വിശ്വാസമുണ്ടാകണം. ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടാകണം. മക്കളെ ദൈവത്തിൻ്റെ ദാനമായി നമ്മൾ കാണണം. ചാവപിതാവ് പറഞ്ഞാൽ മാതാപിതാക്കളെ മക്കളെ ദൈവത്തിൻ്റെ നിക്ഷേപമായിട്ടാണ് നിങ്ങൾ തന്നേക്കുന്നത്. നമ്മുടെ കയ്യിലേക്ക് നിക്ഷേപം എന്ന് പറയുന്ന നമ്മൾ ഡെപ്പോസിറ്റ് അല്ലേ? എന്നിട്ട് എന്തിനാ? അത് കഴിഞ്ഞിട്ട് തമ്പുരാൻ അവളെ ചെല്ലുമ്പോൾ ചോദിക്കും. അപ്പം നമ്മൾ അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ നിക്ഷേപം ദൈവം തന്നിരിക്കുന്ന നിക്ഷേപമാണ് നമ്മുടെ മക്കൾ. അപ്പോൾ ആ മക്കളെ നമ്മൾ തമ്പുരാൻ്റെ അടുത്ത് കണക്ക് കേൾപ്പിക്കണമെന്നാണ് ചാവപിതാവ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണക്ക് കേൾപ്പിക്കാനായിട്ട് ഈ മക്കളുണ്ട്. അപ്പോൾ അവർ നമ്മുടെ കണ്ണടയുമ്പോൾ കൂടുതൽ പ്രകാശത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, കൂടുതൽ സ്നേഹത്തോടുകൂടി ജീവിക്കുവാനായിട്ട് വീട്ടിലൊരു ചുറ്റുകൂടിയ വെടിപ്പുണ്ടാകും. ഒരു കുരിശ് വരെ ഉണ്ടാകും. പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ അല്ലേ? വചനം വായിക്കണം. ആ ഒരു ചൈതന്യം നമുക്ക് കിട്ടണം. പ്രാർത്ഥിക്കണമെന്ന് വീട്ടിൽ എല്ലാ ചുമ്മാ കിടക്കരുത്. ഒരു പട്ടി കിടക്കുവാണെങ്കിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് കിടക്കണം. കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മളങ്ങോട്ട് രണ്ടെണ്ണം വീശി കളിച്ച് കിടക്കാതെ വീശി. ആ വീശല്ല, സ്നേഹത്തിൻ്റെ വീശ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണം. കുരിശുവരെയൊക്കെ ഉണ്ടാകും. ചെറിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഈ പിള്ളേരൊക്കെ പഠിപ്പിക്കുക. അവർ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം ആ നാക്കിൽ ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ട്. ഈ ഉള്ളവരെ ഈ നാവിൽ ചില മലയാളം വരും, കുറച്ച് ഇംഗ്ലീഷ് വരും, കുറച്ച് ഹിന്ദി വരും. പിന്നെ കന്നഡ. ഞാൻ കന്നഡയിൽ ലിറ്ററേച്ചർ ചെയ്ത് പഠിച്ചത്. പിന്നെ തുളു. ഇതെല്ലാം ഈ നാട്ടിലുള്ളവർ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കൂടെ നമ്മുടെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അവർക്കൊന്നും അറിയത്തില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പേടി. വീടുകളിൽ എന്താണെന്ന് അറിയുന്നില്ല. ഏത് ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷാണെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തമ്പുരാൻ നമ്മുടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കുടുംബം സ്വർഗമാകട്ടെ. തമ്പുരാൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നമ്മുടെ മാതാവും യുസപിതാവും ഈശോയെ അടങ്ങുന്ന ആ തിരുക്കുടുംബമാകട്ടെ നമ്മുടെ കുടുംബം. ഈ നോമ്പ് അതിലേക്കുള്ള ശക്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിച്ചതിന്